ഹായ് ഫ്രണ്ട്സ്, ഒരു നീണ്ട കാലയളവിന് ശേഷം HST നാച്ചുറൽ സയൻസ് എക്സാമിന് PSC അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. 3/2/2021 അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. ഈ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരിക്കും. അതുപോലെ ഉത്തരങ്ങളും നമ്മൾ മലയാളത്തിൽ തന്നെയാണ് എഴുതേണ്ടത്. അടുത്തതായി നമുക്ക് HST നാച്ചുറൽ സയൻസ് എക്സാമിൻ്റെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. മുൻപ് PSC നടത്തിയ HSA നാച്ചുറൽ സയൻസിൻ്റെ സിലബസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനകത്ത് പാർട്ട് എയിൽ 3 മോഡ്യൂളുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മോഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മോഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മോഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ്. PSCയുടെ പുതിയ എക്സാമിനേഷൻ പാറ്റേൺ അനുസരിച്ച് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്നീ ഭാഗങ്ങൾ ഇനി നടക്കാൻ പോകുന്ന HST എക്സാമിനേഷന് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ മോഡ്യൂൾ നമ്മുടെ ഈ എക്സാമിൻ്റെ സിലബസിൻ്റെ ഭാഗമായിരിക്കും. ആദ്യത്തെ ഈ 2 മോഡ്യൂളുകൾ സിലബസിനകത്ത് ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പുതിയ സിലബസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ. പാർട്ട് ബിയിൽ നാച്ചുറൽ സയൻസ് സബ്ജക്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മോഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റി. ആനിമൽ ഡൈവേഴ്സിറ്റി എന്ന ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് RH വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതായത് കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമേലിയ തുടങ്ങിയ ഈ 5 കിങ്ഡങ്ങളെക്കുറിച്ചാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത്. അതിനുശേഷം കിങ്ഡം ആനിമേലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിങ്ഡം ആനിമേലിയയിൽ വരുന്ന നോൺ കോഡേറ്റയിലെ എല്ലാ ഫൈലങ്ങളും വിശദമായി സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഫൈലം സിലിൻഡ്രേറ്റ, സിലിൻഡ്രേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, ഫൈലം സിലിൻഡ്രേറ്റയ്ക്ക് അകത്ത് വരുന്ന ക്ലാസ്സുകളായ ഹൈഡ്രോസോവ, സ്കൈഫോസോവ, ആന്തോസോവ എന്നിവയെല്ലാം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ഫൈലമായ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, പ്ലാറ്റിഹെൽമിന്തസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ്, ക്ലാസ്സസ് ആയ ടെർബല്ലേരിയ, ട്രിമെറ്റോഡ, സെസ്റ്റോഡ, അതുപോലെ ഫൈലം നിമറ്റോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, അതുപോലെ ഫൈലം അനിലിഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, ഫൈലം അനിലിഡയ്ക്കകത്ത് വരുന്ന ക്ലാസ്സുകളായ പോളിക്കീറ്റ, ഒലിഗോക്കീറ്റ, ഹിറുഡീനിയ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫൈലം ആർത്രോപോഡ, ആർത്രോപോഡയ്ക്കകത്ത് വരുന്ന ക്ലാസ്സസ് ആയ ക്രസ്റ്റേഷ്യ, ഇൻസെക്റ്റ, മീറോസ്റ്റൊമാറ്റ, മരിയാപോഡ തുടങ്ങിയവയെല്ലാം ഈ ഫസ്റ്റ് മോഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഫൈലം ഓണിക്കോഫോറ, ഫൈലം മൊളസ്ക, മൊളസ്കയ്ക്കകത്ത് വരുന്ന ക്ലാസ്സുകളായ ആംഫിന്യൂറ, ബൈവാൽവിയ, സ്കാഫോപോഡ, ഗ്യാസ്ട്രോപോഡ, സെഫാലോപോഡ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഫൈലം എക്കൈനോഡെർമേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ക്ലാസ്സസിനെ കുറിച്ചുള്ള വിവരങ്ങളും ഈ എക്സാമിനായി തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആനിമൽ ഡൈവേഴ്സിറ്റിക്കകത്ത് വരുന്ന സെക്കൻഡ് പാർട്ടാണ് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സും അതുപോലെ സബ് ഫൈലങ്ങളായ യൂറോ കോഡേറ്റ, സെഫാലോ കോഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നിവയുടെ ജനറൽ ക്യാരക്ടേഴ്സും നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ്. അതുപോലെ ഫൈലം കോഡേറ്റയിലെ ഡിവിഷൻസായ എനാത്ത, നാത്തോസ്റ്റൊമാറ്റ തുടങ്ങിയവയുടെ ജനറൽ ക്യാരക്ടേഴ്സിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതാണ്. അതുപോലെ സൂപ്പർ ക്ലാസ്സസ് ആയ പിസസ്, ടെട്രാപോഡ്സ് എന്നിവയെക്കുറിച്ചും അതുപോലെ പിസസിനകത്ത് വരുന്ന ക്ലാസ്സസ് ആയ കോൺട്രിത്തിക്സ്, ഓസ്റ്റിത്തിക്സ് എന്നിവയെക്കുറിച്ചും അതുപോലെ ടെട്രാപോഡ്സിൽ വരുന്ന ക്ലാസ്സായ ആംഫീബിയ, ആംഫീബിയയ്ക്കകത്ത് വരുന്ന ഓർഡേഴ്സായ യൂറോഡില, അന്യൂറ, അപ്പോഡ എന്നിവയും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടെട്രാപോഡ്സിൽ വരുന്ന സെക്കൻഡ് ക്ലാസ്സായ
റെപ്റ്റീലിയയുടെ ജനറൽ ക്യാരക്ടേഴ്സും നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ്. മൂന്നാമത്തെ ക്ലാസ്സായ ഏവ്സിനെ കുറിച്ചും നാലാമത്തെ ക്ലാസ്സായ മമേലിയെക്കുറിച്ചുമുള്ള വിവരങ്ങളും എക്സാമിനായി നമ്മൾ വിശദമായി പഠിക്കേണ്ടതാണ്. ഇത്രയും ഭാഗങ്ങളാണ് മോഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് മോഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഡെവലപ്മെൻ്റൽ ബയോളജി എന്നീ ഭാഗങ്ങളാണ് മോഡ്യൂൾ 2-ൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിലാദ്യം നമുക്ക് ഫിസിയോളജിയിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ന്യൂട്രീഷൻ, സെക്കൻഡ് വൺ സർക്കുലേഷൻ, തേർഡ് വൺ റെസ്പിരേഷൻ, എക്സ്ക്രീഷൻ, മസിൽ ഫിസിയോളജി, നെർവ് ഫിസിയോളജി, എൻഡോക്രൈനോളജി എന്നീ ഭാഗങ്ങളാണ് ഫിസിയോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗമായ ബയോകെമിസ്ട്രിയിൽ ബയോമോളിക്യൂൾസായ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് എന്നിവയുടെ സ്ട്രക്ചറിനെ കുറിച്ചും ക്ലാസിഫിക്കേഷനെ കുറിച്ചുമാണ് പ്രധാനമായും പഠിക്കാനുള്ളത്. അതുപോലെ മെറ്റബോളിസത്തിൽ വരുന്ന ഗ്ലൈക്കോജെനിസിസ്, ഗ്ലൈക്കോജനോലിസിസ്, ഗ്ലൈക്കോലിസിസ്, ക്രബ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്നിവയും അതുപോലെ ബീറ്റ ഓക്സിഡേഷൻ, പ്രോട്ടീൻ ഡിഅമിനേഷൻ, ട്രാൻസമിനേഷൻ, യൂറിയ ഫോർമേഷൻ തുടങ്ങിയവയും സിലബസിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബയോകെമിസ്ട്രിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എൻസൈംസ്. മൂന്നാമത്തെ ഭാഗമായ ഡെവലപ്മെൻ്റൽ ബയോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഡെവലപ്മെൻ്റൽ തിയറീസ്, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, സെൽ ഡിഫറൻഷിയേഷൻ, ഡെവലപ്മെൻറ്റ്, ടെറട്ടോളജി, എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി എന്നിവ. അടുത്തതായി നമുക്ക് തേർഡ് മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ്. ഇതിനകത്ത് സെൽ ബയോളജിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഒന്ന് ടൈപ്സ് ഓഫ് സെൽസ്, സെൽ ഓർഗനൽസ്, പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ആയ ന്യൂക്ലിയസ്, ന്യൂക്ലിയോലസ്, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോംസ്, റൈബോസോംസ്, സെൻട്രിയോൾസ് ആൻഡ് ബേസൽ ബോഡീസ്, മൈക്രോബോഡീസ് എന്നിവയെല്ലാം ഈ സിലബസിൻ്റെ ഭാഗമാണ്. മോളിക്കുലാർ ബയോളജിയിൽ പ്രധാനമായും നമ്മൾ കടന്നു പോവേണ്ട ഭാഗങ്ങളാണ് ജീൻ എക്സ്പ്രഷൻ, അതുപോലെ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി, വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ്, വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ്, ജെനറ്റിക് കോഡ്, വോബിൾ ഹൈപ്പോത്തസിസ്, ജീൻ റെഗുലേഷൻ, ബാക്ടീരിയൽ റീകോമ്പിനേഷൻ എന്നിവ. ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹ്യൂമൻ ജെനറ്റിക്സ്, ഓട്ടോസോമൽ ഡിസോർഡേഴ്സ്, അലോസോമൽ ഡിസോർഡേഴ്സ്, അതുപോലെ ബയോകെമിക്കൽ ജെനറ്റിക്സ്, ഫിനാൽക്കീറ്റോനൂറിയ, അൽകാപ്റ്റോനൂറിയ, ആൽബിനിസം, ടൈറോസിനോസിസ് എന്നിവ. ബയോടെക്നോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് സ്കോപ്പ് ഓഫ് ബയോടെക്നോളജി, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ടെക്നിക്സ് ഇൻ ജീൻ ക്ലോണിംഗ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്, ലിഗേസസ്, മേജർ സ്റ്റെപ്സ് ഇൻ കട്ടിംഗ് ആൻഡ് ജോയിനിങ് ഓഫ് DNA, പ്രോബ്സ്, ലിങ്കേഴ്സ്, അതുപോലെ ബ്ലോട്ടിംഗ് ടെക്നിക്സ്, ജീനോമിക് ലൈബ്രറി, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്നിവ. ഇമ്മ്യൂണോളജിയിൽ പ്രധാനമായി നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇമ്മ്യൂണിറ്റി, ഡെഫിനിഷൻ, അതുപോലെ ടൈപ്സ്, അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂണോജൻസ്, ഇമ്മ്യൂൺ റെസ്പോൺസസ് എന്നിവ. മൈക്രോബയോളജിയിൽ വരുന്ന വൈറസസ്, പ്രയോൺസ്, വൈറോയിഡ്സ്, ബാക്ടീരിയ, പ്രോട്ടോസോവ എന്നിവയും അപ്ലൈഡ് മൈക്രോബയോളജി, മൈക്രോബിയൽ ഡിസീസസ് ഇൻ മാൻ എന്നിവയെല്ലാം നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ്. അടുത്തതായി നമുക്ക് നാലാമത്തെ മോഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇക്കോളജി, ഇത്തോളജി, ഇവല്യൂഷൻ ആൻഡ് സൂജിയോഗ്രഫി എന്നിവയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിനകത്ത്
ഇക്കോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പോപ്പുലേഷൻ ഇക്കോളജി, കമ്മ്യൂണിറ്റി ഇക്കോളജി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്നിവ. ഇത്തോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് മോട്ടിവേഷൻ, ലേണിംഗ് ടൈപ്സ്, സോഷ്യോ ബയോളജി, ഫിറോമോൺസ്, ഹ്യൂമൻ ഫിറോമോൺ എന്നിവ. എവല്യൂഷൻ എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയകളാണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഫോസിൽസ്, ഫോസിൽ ഡേറ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്, ജെനറ്റിക് ഡ്രിഫ്റ്റ്, ജെനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വീൻബർഗ് ലോ, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം, സ്പീസിയേഷൻ എന്നിവ. അതുപോലെ സൂ ജിയോഗ്രഫി എന്ന ഭാഗവും എവല്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി മോഡ്യൂൾ 5-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോബയോളജിയിൽ ബാക്ടീരിയയെക്കുറിച്ചും വൈറസിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മൈക്കോളജി, ലൈക്കനോളജി, പ്ലാൻ പാത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, പാലിയോ ബോട്ടണി എന്നിവയെല്ലാം മോഡ്യൂൾ 5-ലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്യൂൾ 6-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് മോർഫോളജി. മോർഫോളജിയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ലീവ്സ്, സ്റ്റെം, ഇൻഫ്ലോറസൻസ്, ഫ്രൂട്ട്, പ്ലാസൻറ്റേഷൻസ്, സീഡ്സ് ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി ഈ മോഡ്യൂളിൽ വരുന്ന ഭാഗമാണ് സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് സിസ്റ്റമാറ്റിക്സ്, സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ബന്ധമാൻ ഹുക്കർ ക്ലാസിഫിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ് ഓഫ് പ്ലാൻ നോമൻക്ലേച്ചർ, ടാക്സോണമിക് സ്ട്രക്ചർ, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ടാക്സോണമി, ടാക്സോണമിക് ഇൻഫർമേഷൻ റിസോഴ്സസ്, അതുപോലെ സ്റ്റഡി ഓഫ് ദി ഡിഫറെൻറ്റ് ഫാമിലീസ് എന്നീ ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എക്കണോമിക് ബോട്ടണി, അനാട്ടമി, എംബ്രിയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് തുടങ്ങിയ ഭാഗങ്ങളും ഈ മോഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡ്യൂൾ 7-ൽ പ്ലാൻ ഫിസിയോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വാട്ടർ ഇൻ റിലേഷൻ ടു പ്ലാന്റ്സ്, ട്രാൻസ്പിരേഷൻ, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് വാട്ടർ, മിനറൽ ന്യൂട്രീഷൻ, മെക്കാനിസം ഓഫ് മിനറൽ അബ്സോർപ്ഷൻ, ഫോട്ടോസിന്തസിസ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫോട്ടോസിന്തേറ്റ്സ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഫോട്ടോപിരിയോയിഡിസം തുടങ്ങിയ ഭാഗങ്ങൾ. ഈ മോഡ്യൂളിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് മെറ്റബോളിസം ആൻഡ് ബയോകെമിസ്ട്രി. ഇതിനകത്ത് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, ബയോകെമിസ്ട്രി ഓഫ് നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് ജെനറ്റിക്സ് ഓഫ് നൈട്രജൻ ഫിക്സേഷൻ, ബയോസിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്, റിഡക്റ്റീവ് അമിനേഷൻ, ട്രാൻസമിനേഷൻ, GS-GOGAT പാത്വേസ്, ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്, ആൽഫ ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സ്, സെല്ലുലാർ റെസ്പിറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്നിവ. ഇവ കൂടാതെ ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെൽ ബയോളജി, അതുപോലെ ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലാർ ബയോളജി, എവല്യൂഷൻ എന്നീ ഭാഗങ്ങൾ. എൻവയോൺമെൻറ്റൽ ബയോളജിയാണ് 8th മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഇക്കോസിസ്റ്റംസിനെ കുറിച്ചും അതുപോലെ നാച്ചുറൽ റിസോഴ്സസിനെ കുറിച്ചും, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, ടിഷ്യൂ കൾച്ചർ ആൻഡ് ബയോടെക്നോളജി, അതിനകത്ത് പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, റീകോമ്പിനൻറ്റ് DNA ആൻഡ് മോളിക്കുലാർ ക്ലോണിംഗ്, ബയോടെക്നോളജി ആൻഡ് ബയോ എത്തിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ ഭാഗങ്ങളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ 8 മോഡ്യൂളുകളിലായിട്ടാണ് നാച്ചുറൽ സയൻസിലെ കണ്ടൻറ് ഏരിയയെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ മോഡ്യൂളിലെയും ഭാഗങ്ങൾ ആദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ പരമാവധി റിസോഴ്സസ് എവിടുന്നാണോ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കളക്ട് ചെയ്തതിന് ശേഷം ഈ സിലബസിനനുസരിച്ച് നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും ഒബ്ജക്റ്റീവ് ആണെങ്കിലും മലയാളം മീഡിയത്തിലായിരിക്കും, ക്വസ്റ്റ്യൻസും മലയാളത്തിലായിരിക്കും, അതുപോലെ നമ്മൾ ഉത്തരം എഴുതേണ്ടത് മലയാളത്തിലായിരിക്കും. അതുകൊണ്ട് പരമാവധി മലയാളം മീഡിയത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സിലബസിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് 5th സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള
ബയോളജി ടെക്സ്റ്റുകൾ സംഘടിപ്പിച്ച് അതിലെ ഓരോ ചാപ്റ്ററും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ചാപ്റ്ററിൻ്റെ സമ്മറി ഒന്ന് എഴുതി തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ സിലബസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ കുറഞ്ഞ സമയമായിരിക്കും എക്സാമിൻ്റെ പ്രിപ്പറേഷനായി നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കുറച്ച് സമയം എക്സാം പ്രിപ്പറേഷനായി മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നന്നായി പ്ലാൻ ചെയ്ത് മാക്സിമം ടൈം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് സിലബസ് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് വാങ്ങി ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും നന്നായി വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങി ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.